അപ്പം L3 അഫ്രയേൽ എന്ന് പറഞ്ഞ പേര് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അതിൻ്റെ പരസ്യവുമായിട്ട് ഇപ്പം തന്നെ ആശീർവാദ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് അഫ്രയേൽ എന്ന് പറയുന്ന ഗാനത്തിൻ്റെ ലിറിക്കൽ വീഡിയോ ആണ് പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പം ഇതിന് 3 ഭാഗത്തിൻ്റെ തുടക്കം ഏകദേശം ആയിട്ടുണ്ട്. അത് പൃഥ്വിരാജ് പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ സംഗതി. അപ്പോൾ ഇതിനു മുമ്പ് പൃഥ്വിരാജ് ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറുന്നു, അതുപോലെ തന്നെ മോഹൻലാൽ പൃഥ്വിരാജിനെയും മുരളീം ഗോപിയും ഒഴിവാക്കുന്നു എന്നൊക്കെയുള്ള പല വാർത്തകളും പലയിടത്തായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും അല്ല കാര്യം. ഇവരെല്ലാവരും സഹകരിച്ച് തന്നെയാണ് L3 തുടങ്ങുന്നത്. അതിൻ്റെ പേര് അഫ്രയേൽ എന്നാണെന്നുള്ളത് നേരത്തെ തന്നെ അത് വന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എപ്പോഴും ഞാൻ വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, പൃഥ്വിരാജും ആൻ്റണി പെരുമ്പാവൂർ ഒരു ചിത്രം തുടങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ പേര് പുറത്തു വിടുകയും അത് ജനങ്ങളിലൂടെ ഇങ്ങനെ ആടിക്കളിക്കുകയും ചെയ്യും. അത് ചിത്രം ഇറങ്ങുമ്പോഴത്തേന് ഭയങ്കര ഹൈപ്പ് കയറും. അപ്പം അഫ്രയേൽ എന്ന് പറയുന്ന ആ പേരിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ലൂസിഫർ ഇറങ്ങിയപ്പം അത് പലരും കണ്ടുപിടിച്ചു, ചെകുത്താൻ അല്ലേ, വെളിച്ചം കൊണ്ടുവരാൻ ഭൂമിയിലേക്ക് എറിഞ്ഞു വന്ന ചെകുത്താൻ എന്ന രീതിയിൽ ലൂസിഫർ അറിയപ്പെട്ടു. ദൈവത്തിനും രാജാവിനും ഇടയിലുള്ളതാണ് എമ്പുരാൻ എന്ന് പറയും. തമ്പുരാനും ചേർന്നാണ് എമ്പുരാനെന്ന് കുറച്ച് വാദമുണ്ട്. അപ്പോൾ എമ്പുരാൻ അത് പെട്ടെന്ന് ഇതായി. അഫ്രയേൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ആൾക്കാർ അന്നു മുതൽ ചോദിച്ചു തുടങ്ങി. എനിക്ക് തോന്നുന്നു ഈ പാട്ട് കേട്ടപ്പം നല്ല ആൾക്കാർ നേരത്തെ തന്നെ പറഞ്ഞു ഈ ചിത്രത്തിൻ്റെ പേര് അഫ്രയേൽ എന്നാണ്. അതിൻ്റെ കൂടാണ് ദീപക് ദേവ് ഒരു അഭിമുഖത്തിൽ പറയുകയും കൂടെ ചെയ്തത്. അപ്പം അഫ്രയേൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് തിരക്കുന്ന മരണത്തിൻ്റെ വ്യാപാരി എന്നുള്ളതാണ്. ദൈവം തനിക്കിഷ്ടപ്പെട്ട ഒരു മാലാഖയെ മരണത്തിൻ്റെ വ്യാപാരിയായിട്ട് ഇറക്കി വിടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മാലാഖയായിട്ട് മരണത്തിൻ്റെ വ്യാപാരിയായിട്ട് ഇറങ്ങിപ്പോകുന്ന വ്യക്തിയാണ് അഫ്രയേൽ എന്നാണ് അറിയപ്പെടുന്നത്. എനിക്ക് ഇസ്ലാമിക് അതുപോലെ ക്രിസ്ത്യൻ ഇതിലൊക്കെ പുസ്തകങ്ങളിലൊക്കെ ഇത് വിവരിച്ചിട്ടുണ്ട് എന്നും പറയും. അപ്പോൾ അത് തന്നെയാണ് അഫ്രയേൽ എന്ന് പറയുന്ന അർത്ഥമാക്കുന്നത്. ഇതും ബ്ലാക്ക് തന്നെയാണ്. റിക് യൂൺ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ലാസ്റ്റ് പരിചയപ്പെട്ടു. ഇതിലെ വില്ലൻ കഥാപാത്രം റിക് യൂൺ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് എന്ന് ഏകദേശം ഉറപ്പായി. അഫ്രയേൽ എന്ന് പറയുന്ന ചിത്രത്തിൽ പ്രമുഖ ഒരു താരം തന്നെയാണ്. അദ്ദേഹം ഒരു അമേരിക്കൻ നടനാണ്, ഒരു കൊറിയൻ വംശജൻ, തിരക്കഥാകൃത്താണ്, നിർമ്മാതാവാണ്, ആയോധന കഥയിൽ അഗ്രഗണ്യനാണ്. അങ്ങനെ പല മേഖലയിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. അദ്ദേഹം അനേകം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. തൻ്റെ കഴിവ് തെളിയിച്ച വ്യക്തി തന്നെയാണ് റിക് യൂൺ എന്ന് പറയുന്ന വ്യക്തി. ഈ വ്യക്തിയാണ് നമ്മൾ കാത്തിരുന്നത്. അതുപോലെ തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ചെറുപ്പകാലം. സ്റ്റീഫൻ ആരായിരുന്നു? എമ്പുരാനും എബ്രഹാം അതുപോലെ സ്റ്റീഫൻ നെടുമ്പള്ളി ആകുന്നതിന് മുമ്പ് കുറച്ചു കാലം സ്റ്റീഫൻ എവിടെയായിരുന്നു? ചെറുപ്പകാലത്ത് സ്റ്റീഫൻ എവിടെയായിരുന്നു? സ്റ്റീഫൻ എന്തായിരുന്നു? അതുപോലെ എബ്രഹാം ഖുറേഷിയിലേക്ക് സ്റ്റീഫൻ എങ്ങനെ എത്തി എന്നൊക്കെ അറിയാനുള്ള താല്പര്യമായിരുന്നു. അതൊന്നും വെളിച്ചം വീശിയിട്ടില്ല. 3-ാം ഭാഗത്തിൽ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരും എന്ന് തന്നെയാണ് സ്റ്റീഫൻ്റെ ചെറുപ്പം പ്രണവ് മോഹൻലാൽ അവതരിപ്പിച്ചിലൂടെ നമ്മൾ കാണാൻ പറ്റുന്നത്. ജീവിതത്തിൻ്റെ വിവിധ മേഖലയിലൂടെ സഞ്ചരിച്ച് കഴിവ് തെളിയിക്കുന്ന വ്യക്തി പിന്നെ സ്റ്റീഫനിലേക്ക് വരുന്നു, പിന്നെ എബ്രഹാം ഖുറേഷിയിലേക്ക് എത്തുന്നതാണ് 3-ാം ഭാഗത്തിൻ്റെ കഥയെന്ന് ഏകദേശം നമുക്ക് പിടിയിട്ടുണ്ട്. അതെങ്ങനെ അവതരിപ്പിക്കും? 2-ാം ഭാഗത്തിനേക്കാൾ കൂടുതൽ മുതൽ മുടക്കിലാണ് ഈ ചിത്രം നിർമ്മിക്കുന്നതെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഇപ്പം തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ലിറിക്കൽ വീഡിയോ പുറത്തു വന്നത് മിനിറ്റുകൾ കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാനതാണ് പറഞ്ഞത്, ഒരു ചിത്രം തുടങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ പേരും ഇതിൻ്റെ കഥാപാത്രങ്ങളെല്ലാം ജനങ്ങൾക്ക് പരിചിതമാകാൻ ഇട്ടുകൊടുക്കുന്നു. ഇതാണ് പൃഥ്വിരാജ്, ആൻ്റണി പെരുമ്പാവൂർ, മോഹൻലാലിൻ്റെ ടീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
അത് കൃത്യമായിട്ട് എമ്പുരാൻ കത്തി നിൽക്കുന്ന സമയത്ത് ഈ പേരും ആൾക്കാരുടെ മനസ്സിലേക്ക് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇട്ട് കൊടുത്തു. എനിക്ക് മാധ്യമങ്ങളെല്ലാം ഇപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യും. അതാണ് അവസ്ഥ. ഇനി എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട ചില സംഗതികൾ പറയാം. എമ്പുരാൻ 10 കോടി കേരളത്തിൽ നിന്നല്ലാതെ 10 കോടി നേടിയൊരു സംസ്ഥാനമാണ്, ഇന്ത്യയിലെ സംസ്ഥാനമാണ് കർണാടക. കർണാടകത്തിലെ ബാംഗ്ലൂരിൻ്റെ ഇതിൻ്റെ തരംഗമൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം 10 കോടി നേടിയെന്ന് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തായിരുന്നു. ആ 10 കോടി നേടി എന്നുള്ളത് ഹോംബാല ഫിലിംസ് കറക്റ്റായിട്ട് കൺഫേമായി ഒരു പോസ്റ്റർ ഇറക്കിയിരിക്കുകയാണ്. അതിൻ്റെ പോസ്റ്റർ പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പം കേരളത്തിൽ മാത്രമല്ല കർണാടകത്തിലും ഇത് 10 കോടി നേടിയിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. അതുപോലെ തന്നെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, 7-ാം ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് 5,81,00,000 രൂപയാണ്. അതുകൊണ്ട് ഏകദേശം 67 കോടിക്ക് മുകളിൽ ഇത് കളക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് കേരളത്തിൽ മാത്രം. നമ്മുടെ ഓൾ വേൾഡ് കളക്ഷൻ എത്താണെന്നറിയാൻ അത് 10 കോടിക്ക് മുകളിൽ ഇന്നലെ കളക്ട് ചെയ്തു എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. അങ്ങനെയെങ്കിൽ 230 കോടി ക്രോസ് ചെയ്തിരിക്കുന്നു. 230 കോടി ക്രോസ് ചെയ്ത് 250 കോടിയിലേക്കുള്ള പ്രയാണമാണ്. 250 കോടി 2 ദിവസം കൊണ്ട് കളക്ട് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വേറെ ഒരു പ്രത്യേകതയുണ്ട്. 250 കോടി 241 കോടി കടക്കുമ്പോഴത്തേന് മഞ്ഞുമൽ ബോയ്സ് എന്ന ഇത്രയും നാളും ഒരു മലയാള സിനിമ ലോകമെമ്പാടും നിന്ന് നേടിയ കളക്ഷൻ മറികടക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മറ്റേത് 10-75 ദിവസം കഴിഞ്ഞിട്ടാണ്. ഇത് കേവലം ഒരാഴ്ച പിന്നിടുമ്പോൾ ഈ അവസ്ഥയാണ്. അപ്പോൾ 2-ാം ആഴ്ചത്തെ കളക്ഷൻ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കിക്കാണാം. 2-ാം ആഴ്ചത്തിൻ്റെ തുടക്കമാണ് ഇന്ന്. ട്രാക്കിഫ് നൽകുന്ന കണക്ക് പ്രകാരം 2.5 കോടി രൂപ 2073 ഷോയിൽ നിന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള അത് ഔദ്യോഗികമല്ല. ഇത് ഏകദേശം ഒരു 5 കോടിക്ക് താഴെ ഒരു 3.5-4 കോടി അടുത്ത് ചെന്ന് നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പം 2-ാമത്തെ ആഴ്ച 8-ാമത്തെ ദിവസം ഇത് ഏകദേശം ഒരു മലയാളത്തിൽ റിലീഫാവുന്ന ചിത്രം പോലും, മറ്റു താരങ്ങളുടെ റിലീഫാവുന്ന ചിത്രം പോലും ഇത്രയും കളക്ഷൻ നേടുന്നില്ല. ട്രാക്കേഴ്സ് 2.5 കോടിയൊന്നും പറയാറേ ഇല്ല. അപ്പം 8-ാമത്തെ ദിവസം ഈ ചിത്രം ഒരു 3.5-4 കോടി നേടുന്നുണ്ടെങ്കിൽ അത് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ പവറാണ്. ഞാൻ ഇന്നലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞു. മലയാളത്തിലെ ഒരു നടൻ പോലും പ്രീ ഫെയിൽ ഇനത്തിൽ അഡ്വാൻസ് ബുക്കിംഗ് ആയിട്ട് 8 കോടി കടന്നിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. മോഹൻലാൽ ഈ 7 ദിവസവും 6 ദിവസവും 8 കോടിക്ക് മുകളിലാണ് കളക്ഷൻ. അത് 3 പ്രാവശ്യം അത് 10 കോടിക്ക് മുകളിലും കളക്ട് ചെയ്തു. ഒരു പ്രാവശ്യം 14 കോടി, പിന്നെ 11, പിന്നെ 10 കോടി 75 ലക്ഷം. അങ്ങനെയായിരുന്നു ആ കളക്ഷൻ പോയത്. ബാക്കി എല്ലാ പ്രാവശ്യവും 6 പ്രാവശ്യവും 8 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു എന്നുള്ളതാണ്. അത് ഒരു മലയാള നടന്, മലയാള സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, നേരത്തെ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു നടന് പോലും ആ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നേരത്തെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ 2025 ഏറ്റവും കൂടുതൽ ആദ്യ ദിന കളക്ഷൻ നേടിയ 2-ാമത്തെ ചിത്രമായി എമ്പുരാൻ മാറിയിരിക്കുന്നു. 67 കോടി. 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന രാംചരൻ്റെ ചിത്രമാണ്, 82 കോടി. 3-ാം സ്ഥാനത്ത് ഈ എമ്പുരാനോടൊപ്പം റിലീസ് ചെയ്ത ഇന്ത്യയിലൊട്ടാകെ ആരാധകരുള്ള ഹിന്ദിയിലെ തന്നെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൽമാൻ ഖാൻ്റെ സിക്കന്ദർ എന്ന് പറയുമ്പോൾ എമ്പുരാൻ്റെ അങ്ങ് വലിപ്പം വളരെ വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ ബാക്കിയുള്ള നടന്മാരെ എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വലിയ സൂപ്പർ സ്റ്റാറുകളാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് മോഹൻലാൽ കഴിഞ്ഞൊരു സൂപ്പർ സ്റ്റാർ നമുക്കുള്ളൂ എന്നെങ്കിലും ഇന്ത്യൻ സിനിമയിൽ ബാക്കിയുള്ളവരുടെ ഈ സൽമാൻ ഖാൻ്റെയൊക്കെ ലെവലങ്ങ് വേറെ, ഹിന്ദിയിലൊക്കെ അല്ലേ.
പക്ഷെ അതിനെ മറികടന്ന് എമ്പുരാൻ എത്തുന്നു, ലാലേട്ടൻ എത്തുന്നു എന്നറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട പല വിശേഷങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ഇന്നലെ 1,14,000 ടിക്കറ്റാണ് ഇന്നലെ വിറ്റുപോയത്. അത് ഈ 7ാമത്തെ 8ാമത്തെ ദിവസമൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരാളെ കൊണ്ടേ മാത്രമേ പറ്റൂ, അത് ലാലേട്ടനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ കളക്ഷനും ഈ വർക്കിംഗ് ഡേയിലായ രണ്ടാമത്തെ ആഴ്ച പിന്നിടുമ്പോഴും മണിക്കൂറിൽ 5000-ൽ പരം ടിക്കറ്റ് ഈ മണിക്കൂറുകളെല്ലാം വിറ്റുപോകുന്നു. അങ്ങനെയെങ്കിൽ ഇന്നും ഏകദേശം 1,00,000-അടുത്തുള്ള ടിക്കറ്റുകൾ വിൽക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കാം. ഇന്നത്തെ കളക്ഷൻ എത്ര ആയിരിക്കും, ഇന്നത്തെ കളക്ഷൻ ടിക്കറ്റുകൾ എത്ര വിറ്റു എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ വേണ്ടി വീണ്ടും നമ്മുടെ ചാനൽ കാണുക. അപ്പം റെക്കോർഡുകൾ തകരുന്ന ദിവസങ്ങളായിരിക്കും ബാക്കിയുള്ള ദിവസങ്ങൾ. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വിഷയമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.